ഭോഗപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ആന്ധ്രാപ്രദേശിലെ പ്രാദേശിക വികസനത്തിന് പുതിയ സാധ്യതകൾ തുറക്കും. ജൂൺ 2026 മുതൽ വാണിജ്യ വിമാന സർവീസുകൾക്ക് എയർപോർട്ട് തയ്യാറാക്കും. വിമാനത്താവളത്തിലെ ആദ്യ ആഭ്യന്തര ടെസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞ ദിവസം വിജയകരമായി നടന്നിരുന്നു. വാണിജ്യ സർവീസുകൾ തുടങ്ങുന്നതിന് മുമ്പുള്ള അന്തിമ പരിശോധനകളുടെ ഭാഗമായ ടെസ്റ്റ് ഫ്ലൈറ്റ് 3.8 കിലോമീറ്റർ നീളമുള്ള റൺവേയിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പുതിയ മൈൽ സ്റ്റോൺ എന്നാണ് വിശേഷിപ്പിച്ചത്. ഏകദേശം 2200 ഏക്കറോളം വിസ്തൃതിയുള്ള വിമാനത്താവളം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ GMR ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. സമീപത്തെ വിശാഖപട്ടണം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വർദ്ധിച്ചുവരുന്ന തിരക്ക് ഭോഗപുരം വഴി കുറയ്ക്കാൻ സാധിക്കും. ടെസ്റ്റ് ഫ്ലൈറ്റ് റൺവേ, എയർ ട്രാഫിക് കൺട്രോൾ, ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ സുരക്ഷിത പ്രവർത്തനം ഉറപ്പാക്കുന്ന നിർണായക അന്തിമ പരിശോധനകൾ പൂർത്തിയായി. നവി മുംബൈക്ക് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ദിവസത്തിൽ 200 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശേഷിയുണ്ട്. ഏകദേശം 4725 കോടി ചെലവിൽ നിർമ്മിച്ച വിമാനത്താവളത്തിന്റെ ആദ്യഘട്ട വാർഷിക യാത്രാശേഷി 6 മില്യൺ ആണ്. പിന്നീട് 18 മില്യൺ വരെയായി ഉയർത്തും.